പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട്. ഭയങ്കര ചൂടുള്ള സീസൺ ആയിരുന്നു. ഇപ്പോഴും ചൂടിന് കുറവൊന്നുമില്ല. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നല്ല ചൂടിന് ഒരു കുറവുമില്ല. ഇതാ ദൂരെ നിന്ന് അടുത്ത മഴ വരുന്നുണ്ട്. നമ്മൾ ഒരു മഴയ്ക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ ഒരു പെരുമഴ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഏതൊരു സീസണിലും ക്യാമ്പ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ നമ്മൾ ഒരു ക്യാമ്പർ വാൻ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിങ്ങോട്ട് വരാൻ വേണ്ടി ഇവിടെ റോഡുണ്ട്. ഇങ്ങോട്ട് വരുവാൻ വേണ്ടി അതിങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ മരം ഒടിഞ്ഞ് വീണ കിടക്കുകയാണ്. ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോഴും നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മളുടെ സീസൺ 3 അങ്ങ് തുടങ്ങിയേക്കാം. മൺസൂൺ നമ്മൾക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം. ഇപ്പോൾ താഴെ നിന്നുള്ള കോട കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റും നല്ല ഒന്നാന്തരം മലയാണ്. സൂര്യാസ്തമയൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അവിടെ കണ്ടോ, ഇപ്പോൾ ഒരു മഴ പെയ്ത് തീർന്നേരം കോട മുകളിലോട്ട് കയറി പോകുന്നതാണ്. നമ്മൾക്കുള്ളത് താഴെ നിന്ന് വരുന്നുണ്ടാണെന്ന് തോന്നുന്നത്. ഇതാ നമ്മൾക്കുള്ള മഴ കണ്ടോ, അവിടുന്ന് വൈറ്റായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. നമ്മൾക്ക് എന്തായാലും അവിടെ കണ്ടോ ഒരു ഷെൽട്ടർ കണ്ടോ, നമ്മൾക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോയിരുന്നിട്ട് നമ്മൾക്കൊരു കാപ്പി വെച്ചടിക്കാം. അത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ അതിൻ്റെ താഴെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാത്രി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാട്ടുപന്നിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അടുത്ത പെരുമഴ വരുന്നുണ്ട്. ഇടി മുഴക്കമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ടും കേൾക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ലൈറ്റും കാണുന്നുണ്ട്. നമ്മൾ എന്തായാലും ഈ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇരിക്കാൻ പോകുന്നത് 2 വലിയ മരങ്ങളുടെ ചോട്ടിലാണ്. ഇടി വെട്ടലൊക്കെ ഉള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ക്യാമ്പ് ചെയ്യുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇന്നെന്തായാലും ഇടി വെട്ടലൊന്നുമില്ല, ഇടി മുഴക്കമേ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്നുണ്ട്. നമ്മൾക്ക് കാപ്പി കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. കണ്ടോ, ആ സ്ഥലങ്ങളൊക്കെ തെളിഞ്ഞു വന്ന കണ്ടോ. ഇപ്പോഴും പകുതി മലയാണ് വന്നിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിലോട്ടുണ്ട് മല. ആ മലയും മഞ്ഞ് മൂടി കിടക്കുകയാണ്. കൈതച്ചക്കയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും വേണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് കാപ്പി വെക്കാം. കുറേ നാളായി അതിൻ്റെ അന്നൊന്നും ഒരു വിഷമം കത്താൻ വേണ്ടി. ഇത് മതി. ഇത് സാധാരണ നിറച്ചിടുവാണ് ചെയ്യേണ്ടത്. നിറച്ചിട്ടാലും നല്ല കോഫി നല്ല തിക്കാവും. ഇത് നമ്മുടെ സ്വന്തം കാപ്പിപ്പൊടിയാണ്. വീട്ടിലെ തന്നെ ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇത് നല്ല ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തതാണ്. അതാണ് ഇത്ര കളറ്. ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊതുകുണ്ട് നല്ലപോലെ. മഴ വരുന്നുണ്ട്. അടുത്ത മഴ. നല്ല ഇടിമുഴക്കമൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് ഇടിവെട്ടൽ ഭയങ്കര പേടിയാണ്. ഈ ഗ്യാപ്പൊക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ 2 മാസമായിട്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. നല്ല ചൂടായിരുന്നു. അതേപോലെ തന്നെ ഞാനും കുറച്ച് തിരക്കായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് മഴയത്തൊട്ട് വേണ്ടത് ഇനി എന്തൊക്കെ കുറവൊക്കെ ഉണ്ടോ ആ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ വില കൂടിയ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട. നമ്മൾക്ക് ഉദാഹരണത്തിന് ഒരു ടാർപ്പൊക്കെ വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്സിനൊക്കെ വിൽക്കുന്ന കടയിൽ പോവുകയാണെങ്കിൽ ഷീറ്റുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അതൊന്ന് വാങ്ങിച്ച് തയ്ച്ചെടുത്താൽ മതി. 3000-4000 രൂപയൊക്കെ ആയിരിക്കും അതിന് ചിലപ്പം ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വില. നമ്മൾ തയ്ച്ചെടുത്ത് വരുമ്പോഴേക്കും അതിനൊരു 500 രൂപയൊക്കെ ആകത്തുള്ളൂ. ഞാൻ ആ തരത്തിൽ കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തയ്യൽ പണിയും കൂടി കുറച്ച് പഠിച്ചു. വീട്ടിലൊരു മെഷീൻ ഇരിപ്പുണ്ടായിരുന്നു. ഒന്ന് എടുത്ത് കൈകാര്യം ചെയ്ത് നോക്കി. അങ്ങനെ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനൊക്കെ തയ്ക്കാനുള്ള ഒരു ലെവലായിട്ടുണ്ട്. ഇടിവെട്ടൊന്നും ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു. കാപ്പി തിളക്കട്ടെ. മഴ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കുള്ള കോട ഈ സൈഡിൽ നിന്ന് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ഇനി ഈ മഴ കഴിയുമ്പോഴാണ് ഇങ്ങോട്ടുള്ള കോട കയറി വരത്തുള്ളൂ. ആ മലയിലുള്ള മഴ കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് കോട കയറി പോകുന്നത്. ഇപ്പോഴത്തെ മഴ ഒരു രക്ഷയില്ല. വരുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടിങ്ങ് വരും. ഓരോ തുള്ളിയൊക്കെ വീഴുന്ന ഓരോ കുടം വെള്ളം പോലെയാണ്. കാപ്പി റെഡിയായി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫിൽട്ടറായിട്ടാണ് ഇതിനകത്തുനിന്ന് കയറി വരുന്നത്.
നല്ല അടിപൊളി കാപ്പി. പഞ്ചസാര ഇട്ടിട്ടില്ല ഇതിനകത്ത്. ആദ്യമൊക്കെ പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ സ്ഥിരം പഞ്ചസാര ഉപയോഗിച്ച് ആ ടേസ്റ്റ് ആയിപ്പോയി നമ്മുടെ ഒരു കാപ്പി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ പഞ്ചസാര ഇല്ലെങ്കിൽ അയ്യോ ഒരു സുഖമില്ലാന്ന്. പക്ഷേ 2 പ്രാവശ്യം പഞ്ചസാര ഇല്ലാതെ കുടിച്ച് നോക്കിയപ്പം നല്ല തിക്കായിട്ടുള്ള കാപ്പി കുടിക്കുമ്പം നല്ല അടിപൊളിയാണ്. ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ സംഭവത്തിന്. കോടയും കട്ടനും കൊള്ളാം. ഇവിടെ കോട ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾക്ക് കുറച്ചും കൂടെ നേരത്തെ വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു ശാപ്പാടൊക്കെ അടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമായിരുന്നു. ഇവിടെ ആകുമ്പം ഈ 2 മരത്തെ കണ്ടോ, ഹാമോക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഇനിയുണ്ടുള്ള സമയം നമുക്ക് വേറെ ദിവസം നോക്കാം. നല്ല കൊതുക് കടിയാണ്. അവിടെ ഇരുന്നപ്പോൾ നല്ല കൊതുക് കടി. അപ്പോഴാണ് നല്ല കോട ഇങ്ങ് കയറി വന്നത്. കൊതുക് നല്ല മൂളിപ്പാട്ടും അതിൻ്റെ ഇടയ്ക്ക് നല്ല വെച്ച് താങ്ങും ഇവന്മാർ. ഈ തുടക്കമായ കാരണം, മഴ തുടക്കമായ കാരണമാണ്. നോക്കി ഇത്രയും കോട ഇറങ്ങുന്ന സ്ഥലമാണ് ഇതെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. നമ്മുടെ തന്നെ സ്ഥലമാണ്. അടിപൊളി. സമയം അധികമൊന്നും ആയിട്ടൊന്നുമില്ല, 4 മണി ആയതേ ഉള്ളൂ സമയം. അപ്പോഴേ ഇങ്ങനത്തെ സോളോ ക്യാമ്പിങ്, കുക്കിങ്, ടെൻറ്റ് ക്യാമ്പിങ്, ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോയി എല്ലാവരും കൂടെ നിൽക്കുക. ഈ തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ഇനിയും വരുന്നതായിരിക്കും. ഞാൻ ആരോ വെടിവെക്കുന്നല്ലേ, അത് ഉപ്പനാണ്, ഉപ്പൻ കാറിയതാണ്. ഉപ്പൻ എന്ന് പറഞ്ഞ ജീവിനെ അറിയത്തില്ലേ, പക്ഷി കിളി, അതാണ് ഓരോ വെടിവെക്കുന്ന കിഷ് എന്നൊരു സൗണ്ട് കേൾപ്പിക്കും. അപ്പോഴും നമുക്ക് പോകാനുള്ള സമയമായി. നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് ഇവിടെ നൈറ്റോ പകലോ ഒക്കെ നമ്മൾക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. ഈ ടാർപ്പ് ഷീറ്റ് വേറെ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നാൽ മതി. അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോഴും നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. കുറച്ചും കൂടി പോടാണ്ടിട്ട് പോകാമല്ലേ. കൊള്ളാം, അടിപൊളി. അപ്പോൾ പോയേക്കാം. ബൈ.